ജോലിയില്ല, ചായയില്ല. ഓടുന്നു. എന്താ പറഞ്ഞത്? അച്ഛാ എന്നെ കളിയാക്കുന്നത്? ഒരാൾക്കൊരു വൈകല്യം ഉണ്ട്. വൈകല്യം? അച്ഛാ, ഒരാൾക്കൊരു കുറവുണ്ടെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തുന്നത് തെറ്റല്ലേ? സോരടെ, നീ വന്ന കാര്യം പറ. അച്ഛാ, ഈ ഡാമുകളിലൊക്കെ വെള്ളം കെട്ടി നിർത്തിക്കുന്ന കറണ്ട് ഉൽപ്പാദിപ്പിക്കാനും പിന്നെ കൃഷിക്ക് വേണ്ടിയല്ലേ. ചില ഡാമുകൾ കൃഷിക്ക് വേണ്ടി മാത്രം വെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിപ്പോ അശാസ്ത്രീയമായിട്ടല്ലേ നിർമ്മിച്ചേക്കുന്നത് ചില ഡാമൊക്കെ. പക്ഷെ അതിപ്പോ അപകടമല്ലേ? ഈ ഡാം എന്ന് പറഞ്ഞ സംരംഭം നടത്തേണ്ട സമയമായില്ലേ? നീ രാവിലെ എന്തോന്നാ നീ പറയണേ? അച്ഛാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോ തമാശ ആയിട്ടുള്ള ഉത്തരം ഇങ്ങോട്ട് തരല്ലേ? അച്ഛാ, ഇതെന്തോ ഒരുമാതിരി തകരപ്പാട്ടയിൽ കല്ലിട്ട് കിളിക്കുന്ന ശബ്ദം. മര്യാദക്ക് സംസാരിക്കാൻ അറിയത്തില്ലേ? എടാ, ഒരു മനുഷ്യന് ഒരു കുറവുണ്ടെങ്കിൽ അത് കുറവ് തന്നെ. അതിന് വേറെ ന്യായമൊന്നും പറയാൻ പറ്റത്തില്ല. വാങ്ങിക്കേ ചായ കടുപ്പമുണ്ട്, മധുരമുണ്ട്. ബാലു. ഓ, ആശ്വാസമായി. ബാലു, എന്താ പറ? ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അല്ല, ഇന്നലെ ആ പിള്ളേരുടെ അടുത്ത് വല്ലാത്ത രീതിയിൽ പെരുമാറിയല്ലോ, അതെന്താ? വിഷ്ണുവിന്റെ കൂട്ടുകാരടുത്ത്. അല്ല, അവനവന് ചേർന്ന വേഷമേ ചേർക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. അത് ശരിയല്ലേ? പിന്നെ ഇതിന് അവര് റിഹേഴ്സൽ ചെയ്യാൻ സമ്മതിക്കാൻ ഇവിടെ. ഓ, ഇവിടെ റിഹേഴ്സൽ സമ്മതിക്കാത്ത? എന്തിനാ റിഹേഴ്സൽ ചെയ്യണം? അവർക്ക് റിഹേഴ്സൽ ചെയ്യാൻ റൂമൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി റിഹേഴ്സൽ ചെയ്താൽ പോലെ. അപ്പൊ പിന്നെ ഡാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോ ആ ജെറിയ ഇങ്ങനെ പൊക്കിയെടുത്ത് വട്ടം കറക്കി ഒരു എറിയൊക്കെ എറിഞ്ഞല്ലോ, ദേഷ്യമുള്ള പോലെയൊക്കെ. ദേഷ്യം ആർക്കരിക്കാ? പിള്ളേരെടുത്താ? കൊച്ചു പിള്ളേരുടെ എനിക്കാണ് ദേഷ്യം. എനിക്കറിയാം നിങ്ങൾ ആ സമയത്ത് എന്തായിരുന്നു ചിന്തിച്ചതെന്ന്. ഒരു കാര്യം പറയാനാ. എന്താ? വാ പറയട്ടെ. ഞാൻ വരുന്നു. നീ അവന് പൈസ കൊടുത്താ? ഇല്ല. ATM എടുത്തു കൊടുത്താ? എത്ര പറയാൻ എത്ര താമസം? എത്ര രൂപ എടുത്ത്? എത്ര രൂപ കൊടുക്കാൻ എടുക്കാൻ പറയുന്ന അവനടുത്ത്? 1000. അതെന്തിന്? അവനെന്തോ ആവശ്യമുണ്ടെന്ന്. അപ്പൊ ആവശ്യം ചോദിക്കാതെ പൈസ എടുത്തു കൊടുത്താ? ആവശ്യമില്ലാത്ത അവൻ പൈസ ചോദിക്കാറൊന്നുമില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അത് നിന്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്താ വിശ്വാസം ഇല്ലേ? എനിക്ക് വിശ്വാസമുണ്ട്, നിന്നെപ്പോലെ അന്ധമായ വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ടാണ് അവനെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കാൻ വരട്ടണത്. ചില സമയത്ത് ഇത്തിരി വരട്ട് കൂടുതലാ. അത് നിന്റെ തോന്നല്. നിനക്ക് അവൻ്റെ അടുത്ത് ഇത്തിരി ചെല്ലം കൂടുതലാണ്. അത് ശരിയാ. അതുകൊണ്ടാണ് അവ ഇങ്ങനെ ആരും പറയാൻ കേൾക്കാതെ ഇങ്ങനെ പോണത്. അതെ, എനിക്ക് അവന്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ട്. എനിക്കും. ഇനി ഓരോ പയ്യന്മാരെ മുടിയും താടിയും വളർത്തി ഡാൻസ് DJ പാർട്ടി എന്നും പറഞ്ഞുകൊണ്ട് നടക്കും. ഇവനൊക്കെ ഏത് വീട്ടിൽ നിന്ന് പറഞ്ഞറിയാം? ഇവനൊക്കെ സ്വഭാവം ആർക്കറിയാം എന്താണെന്ന്? നമുക്കത് മനസ്സിലാക്കാനൊന്നും പറ്റൂല പെട്ടെന്ന്. അങ്ങനെ അടച്ചൊന്നും ആക്ഷേപിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ നമ്മളെ മോൻ തന്നെ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ നടന്നു പോകണു. ആൾക്കാർ എന്തൊക്കെ പറയണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമോ? നിന്റെ വായതിന് വീഴുന്നേണ്ട എടി. അതുകൊണ്ടാണ് പറയണത് മര്യാദയ്ക്ക് നടക്കാൻ. നാട്ടുകാരെ വല്ല വിളിച്ച് പറയുമെന്ന്. എനിക്ക് ആട്ടം പാട്ടം കൂത്തൊക്കെ ഇഷ്ടം തന്നെ. പക്ഷെ എനിക്ക് ഈ പുതിയ പയ്യന്മാരെ കാണുമ്പോഴും എനിക്ക് ടെൻഷനാണ്, പേടിയാണ്. ഇനി ഇവനൊന്നും മനക്കെട്ടിയില്ല. കൂട്ടുകാർ പറയണേക്കാണ് അവനക്ക് വേദവാക്യം. നമുക്ക് ചെറുപ്പകാലത്ത് വീട്ടുകാരെ പേടിയുണ്ടായിരുന്നു. അവർ നമ്മളെ വഴക്ക് പറഞ്ഞാൽ അവരെന്തിനാണ് നമ്മളെ വഴക്ക് വരണമെന്ന് തിരിച്ചറിയുള്ള കഴിവ് നമുക്കുണ്ടായിരുന്നു. അത് ശരിയാ. നീ ഉണ്ടായിരുന്നോ ആ സമയത്ത്? അമ്മ, അങ്ങനെയല്ല. നമുക്ക് ചില കാര്യങ്ങൾ കണ്ടും കേട്ടൊക്കെ ഊഹിക്കാൻ പറ്റും. അതിന് ആ കാലത്ത് ജീവിച്ചിരിക്കണമെന്നൊന്നുമില്ല. കുറച്ച് കോമൺ സെൻസ് ഉണ്ടായാൽ മതി. ശിവ പോയേ. നിന്നോട് എല്ലാവരും ചോദിച്ചോ എന്തെങ്കിലും ഇവിടെ? പോ. അമ്മ, ഞാൻ ഒന്നും വേണ്ടില്ല. അച്ഛൻ കണ്ടിന്യൂ. ഞാൻ എന്തോന്ന് പറഞ്ഞു? അമ്മ, അച്ഛൻ എന്താ പറഞ്ഞു നിർത്തിയേ? വീട്ടില് കൊച്ചുങ്ങള് പണ്ട് എടി, ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് മക്കളെ പറ്റി ഭയങ്കര ടെൻഷനാണ്. ഫ്രീഡം കൊടുത്താൽ അവര് തൊലഞ്ഞു പോവും. ഫ്രീഡം കൊടുത്തില്ലെങ്കിലോ മഫനായി പോകും. അത് ശരിയാ. ഫ്രീഡം കൊടുക്കാൻ ഇരിക്കാനും പറ്റില്ല, എന്നിട്ട് ഫ്രീഡം കൊടുക്കാനും പറ്റില്ല. ഭയങ്കര കൺഫ്യൂഷനാ അച്ഛാ, ഭയങ്കര കൺഫ്യൂഷനാ. ബാലു, ഓരോന്ന് പറഞ്ഞെന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ. നമ്മളെ മക്കൾ അങ്ങനെയൊന്നും അല്ല. അയ്യോ, അങ്ങനെ ആവാ ഇരുന്നാ മതി. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അവരതിൻ്റെതായ രീതിയിലല്ലേ ജീവിക്കണേ. ഞാൻ പോട്ടെ. എനിക്ക് അടുക്കള ജോലിയുണ്ട്.
കേട്ടോ